നമസ്കാരം. തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സാമൂഹിക പ്രശ്നങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒന്നുമല്ല പ്രധാന ചർച്ചാ വിഷയം വിജയും തൃശയും തന്നെയാണ്. ടി.വി.കെ നേതാവിന്റെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നതോടെ ഇത് തമിഴകത്തിൽ കൂടുതൽ ചർച്ചയാകുന്നുമുണ്ട്. സിനിമാ ലോകത്തും ഈ വിഷയം ചർച്ചയായി. നടനും സംവിധായകനുമായ ആർ പാർത്ഥിബൻ, വിജയ്, തൃഷ എന്നിവരെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ചെന്നൈയിൽ നടന്നൊരു വിവാഹ റിസപ്ഷനിൽ വിജയും തൃഷയും ഒരുമിച്ച് പങ്കെടുത്തതിന് പിന്നാലെയാണ് വിവാദങ്ങൾ വീണ്ടും പുകഞ്ഞത്. ഗലാറ്റ അവാർഡ്സ് ചടങ്ങിൽ വെച്ച് പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലെ സഹതാരമായ തൃഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർത്ഥിബന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ കുന്തവയുടെ, അതായത് തൃഷയുടെ കഥാപാത്രം കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ തന്നെ ഇരുത്തണം, അതാണ് നല്ലത്, അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നാണ്. ഈ പ്രസ്താവന തൃഷയോടുള്ള കരുതലാണോ അതോ അവരുടെ വ്യക്തിജീവിതത്തിന് നേരെയുള്ള പരിഹാസമാണെന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവുമായ കൽപ്പാത്തി എസ് സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് വിജയും തൃഷയും കഴിഞ്ഞ ദിവസം ഒന്നിച്ച് പങ്കെടുത്തത്. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. വിജയ്ക്ക് ബന്ധമുള്ള നടി തൃഷ കൃഷ്ണനാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ്. ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. ഒരു കാറിൽ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും എത്തിയതെന്നും സാമൂഹിക മാധ്യമ ചർച്ച വർദ്ധിപ്പിച്ചിരുന്നു. വിവാഹമോചന വാർത്തകൾക്ക് പിന്നാലെ വിജയുടെ മകൻ ജേസൺ സഞ്ജയ് ഇൻസ്റ്റഗ്രാമിൽ അച്ഛനെ അൺഫോളോ ചെയ്തത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അമ്മയ്ക്കുള്ള നിശബ്ദ പിന്തുണയാണ് സഞ്ജയിന്റെ നീക്കമെന്നൊരു വിഭാഗം കരുതുമ്പോൾ സഞ്ജയ് നേരത്തെ തന്നെ അച്ഛനെ ഫോളോ ചെയ്തിരുന്നില്ലെന്നും ചിലർ വാദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരമായി വരുന്ന തനിക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങളിൽ സങ്കടപ്പെടുകയോ സമ്മർദ്ദത്തിലാവുകയോ ചെയ്യരുതെന്ന് വിജയ് ആരാധകരോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ദയവായി എന്നെ ചുറ്റിപ്പറ്റിയുള്ള സമീപകാല പ്രശ്നങ്ങളെക്കുറിച്ച് വിഷമിക്കരുത്. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ സമയത്തിന് വിലപ്പെട്ടതല്ല. ഞാൻ അവ സ്വയം കൈകാര്യം ചെയ്യും. എൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ സങ്കടപ്പെടുകയോ സമ്മർദ്ദത്തിലാവുകയോ ചെയ്യുന്നത് കാണുന്നതാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന. ദയവായി എനിക്ക് വേണ്ടി ആ ഭാരം ചുമക്കരുത്. പകരം നമുക്ക് ജനങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നാണ് വിജയ് നടത്തിയ പ്രസ്താവന. എന്തായാലും പാർത്ഥിബൻ നടത്തിയ പ്രസ്താവനയെ പാർത്ഥിബനെ പിന്തുണച്ചും തൃശയെ വിമർശിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതുവരെ ഇത്രയേറെ മോശമായ കമൻറ്റുകളും പ്രസ്താവനകളും വന്നിട്ടും പ്രതികരിക്കാതിരുന്ന തൃഷ പാർത്ഥിബന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തി. പരിപാടിയുടെ പേരോ ആളുടെ പേരോ ഒന്നും പറയാതെയാണ് വിഷയത്തെ സംബന്ധിച്ച് തൃഷ പ്രതികരിച്ചത്. പരിപാടിയുടെ അവസാന നിമിഷത്തിൽ എൻ്റെ പേരും ചിത്രവും ഉപയോഗിക്കുന്നുവെന്ന് എന്നെ അറിയിച്ചത് സംഘാടകരുടെ അസിസ്റ്റൻസിൽ ഒരാളാണ്. ഒരു മൈക്രോഫോൺ ഒരിക്കലും ഒരു കമൻറ്റിനോ ബുദ്ധിപരമായതോ തമാശയുള്ളതോ ആക്കി തീർക്കില്ല. അത് വിഡ്ഢിത്തം കൂടുതൽ ഉച്ചത്തിൽ പറയാൻ ഉപകരിക്കൂ. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് മോശമാക്കുന്നത് ആ വ്യക്തിയല്ല, പറയുന്ന ആളുടെ സ്വഭാവത്തെയാണ് കാണിച്ചു തരുന്നതെന്നാണ് തൃഷ പറഞ്ഞത്. എന്നാലും പാർത്ഥിബനുള്ള പരോക്ഷമായ മറുപടി തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൃഷയുടെ മറുപടി കൂടി വന്നതോടെ പ്രശ്നം കൂടുതൽ വഷളായി. ഒടുവിൽ ഇപ്പോൾ പാർത്ഥിബന്റെ വിശദീകരണവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. ഒരു ഓഡിയോ റെക്കോർഡാണ് പുറത്തു വന്നിരിക്കുന്നത്. ചില നേരങ്ങളിൽ ചില തെറ്റുകൾ സാഹചര്യം വരാതെ നടക്കും. റാപ്പിഡ് ഫയർ പോലെ ചോദിച്ച് 20 ചോദ്യങ്ങൾക്ക് ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൃഷയുടെ ഫോട്ടോ സ്ക്രീനിൽ വന്നത്. എന്ത് പറയണമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് കുന്തവൈ എന്ന് വിളിച്ചു പോകുന്നത് കേട്ടത്. ഉടനെ പ്രാസത്തിൽ പറയുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കുന്തവയെ വീട്ടിൽ തന്നെ കുന്തവിക്ക് വേണ്ടും എന്ന് പറഞ്ഞതും സദസ്സൊന്നാകെ കൈതട്ടുകയായിരുന്നുവെന്നും വേദിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ രംഗരാജ് പാണ്ഡി അത് വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ ഗലാട്ട തമിഴിൻ്റെ അരുണയോട് ആ ഭാഗം കട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആരോ എടുത്ത് വീഡിയോ പുറത്തു വരികയും ചിലർക്കത് വേദനയുണ്ടാക്കിയെന്ന് പറയുന്നതിൽ ഖേദമുണ്ട് എന്ന് പാർത്ഥിബൻ വിശദീകരണം നൽകിയിട്ടുണ്ട്.